ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനിയുള്ള സമയം നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാനുള്ള സമയമാണ്. കഴിഞ്ഞ 2 ആഴ്ചകളായി യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള വിഷയം നമ്മൾ ചിന്തിച്ചു പോരുകയായിരുന്നു. അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഭാഗത്തേക്കാണ് ഇന്ന് നമ്മുടെ ധ്യാനം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ആയതിനായി യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. മതി. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. പിന്നെ അതെന്താണ്? എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ഇതാണ് നമ്മൾ വായിച്ച വാക്യം. ഈ ഭാഗം രേഖപ്പെടുത്തിയത് ഇന്നോ ഇന്നലെയോ അല്ല. 1-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഈ വചനഭാഗം രേഖപ്പെടുത്തുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ലോകത്തിലുണ്ട് എന്നുള്ളതാണ് അവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് യേശുവിനെ സ്വീകരിക്കുന്നവരല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ ആണ് ഇനി നമുക്ക് ചിന്തിപ്പാനുള്ളത്. യേശുവിനെ സ്വീകരിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ കൈക്കൊള്ളുക എന്നർത്ഥം. അപ്പോൾ കർത്താവായി യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് യേശുക്രിസ്തു എന്താണോ പഠിപ്പിച്ചത്, എന്താണോ ഉപദേശിച്ചത്, എന്താണോ കൽപ്പിച്ചത് അത് അനുസരിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു തന്നെ സ്നേഹിക്കുന്നവരുടെ ലക്ഷണം എന്താണെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകും. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നവൻ യേശുവിനെ സ്നേഹിക്കും. യേശുവിനെ സ്നേഹിക്കുന്ന അഥവാ യേശുവിനെ സ്വീകരിക്കുന്നവന്റെ ലക്ഷണം എന്താണ്? യേശുവിന്റെ കൽപ്പനകൾ ലഭിച്ചിരിക്കുന്നത് പ്രമാണിക്കുന്നവരാകും എന്നുള്ളതാണ്. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിന്റെ ലക്ഷണം വളരെ കൃത്യമായി നമുക്ക് ബോധ്യമായി. അവൻ ചെയ്യേണ്ടത് എന്താണ്? അവൻ യേശുവിന്റെ കൽപ്പനകൾ ലഭിച്ചത് അനുസരിക്കുന്നവനാകണം. സോ ബി ഒബീഡിയന്റ് ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് if we love the Lord Jesus Christ, if we accept the Lord Jesus Christ. അതാണ് അതിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം
40 ദിവസം അല്ലേ, 40 ദിവസം തൻ്റെ ശിഷ്യന്മാർക്ക് പലപ്പോഴായി പ്രത്യക്ഷനാകുകയും അവർക്ക് പല കാര്യങ്ങളും ഉപദേശിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുൻപേ ഉള്ള കൂടിക്കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതലായ വാക്യഭാഗങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. യേശുവിന്റെ ഉയിർപ്പിന് ശേഷം 40 നാളത്തെ പലപ്പോഴായുള്ള പ്രത്യക്ഷതയുടെ ഒക്കെ ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപേയുള്ള കൂടിക്കാഴ്ചയാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതലായ വാക്യഭാഗങ്ങളിൽ കാണുന്നത്. അവിടെ യേശു തന്റെ ശിഷ്യന്മാരോട് എടുത്തു പറയുന്നത് കാര്യം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജനതകളെയും ശിഷ്യരാക്കണം. സ്നാനമല്ല ആദ്യം, ശിഷ്യരാക്കുക എന്നുള്ളതാണ് ആദ്യം. ആ ശിഷ്യരാക്കിയവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും അതിനുശേഷം ചെയ്യേണ്ടത് എന്താണ്? ഇന്നെ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കേണ്ടത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. ആരോട്? ശിഷ്യരാക്കിയവരോട്. ശിഷ്യരാക്കിയവരെ സ്നാനം കഴിപ്പിച്ച ശേഷം അവർക്കിത് ഉപദേശിച്ചു കൊടുക്കണം. പ്രമാണിക്കാനായി കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രമാണിക്കുവാൻ വേണ്ടി അവരെ പഠിപ്പിക്കണം. അപ്പോൾ അൾട്ടിമേറ്റ്ലി, അടിസ്ഥാനപരമായി യേശുക്രിസ്തു എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് ആ കൽപ്പനകളെ അനുസരിക്കുക, അതിനെ പ്രമാണിക്കുക. ഒന്നുകൂടി നമ്മൾ ആവർത്തിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്റെ കൽപ്പനകൾ ലഭിച്ച് അവയെ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ കൽപ്പനകളൊക്കെ ഇങ്ങനെ ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ അതിനെ പ്രമാണിക്കാതെ ഇരുന്നാൽ അതിനർത്ഥം എന്താണ്? യേശുവിനെ സ്വീകരിച്ചിട്ടില്ല, യേശുവിനെ സ്നേഹിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. യേശുവിനെ സ്വീകരിക്കാത്ത ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശുവേ യേശുവേ എന്നൊക്കെ വിളിച്ചു കൂവിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. കർത്താവെ, അപ്പച്ച, അപ്പ എന്നൊക്കെ, യേശു അപ്പ എന്നൊക്കെ യേശുവിനെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ യേശുവിന്റെ കൽപ്പനകൾക്ക് എത്രത്തോളം മൂല്യം കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അവർ യേശുവിനെ സ്നേഹിക്കുന്നവരാണോ എന്നറിയുന്നത്. അതരം കൊണ്ട് വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല. അനുസരണമുള്ളവരാകണം. യേശുവിനോട് അനുസരണമുള്ളവരാകണം. യേശുവിനോട് വിധേയത്വമുള്ളവരാകണം. യേശു പറഞ്ഞ കാര്യങ്ങൾക്ക് ഹൃദയത്തെ ഏകാഗ്രമാക്കി സമർപ്പിച്ചു കൊടുത്ത് അതിൽ കൂടി സഞ്ചരിക്കുവാൻ തയ്യാറാകണം. അപ്പോഴാണ് ഒരുവൻ യേശുവിനെ സ്വീകരിക്കുന്നവനായി മാറുന്നത്. യേശുവിനെ സ്വീകരിക്കുന്ന ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ള ആത്മാക്കളാണ്. യേശുവിനെ സ്വീകരിക്കാത്ത ആത്മാവ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നാണ്. യേശുവിനെ സ്വീകരിക്കുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് യേശുവിന്റെ കൽപ്പനകൾ ലഭിച്ചവയെ പ്രമാണിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിനോട് അനുസരണം കാണിക്കുന്നവരായി, യേശുവിനോട് വിധേയത്വമുള്ളവരായി, യേശു പഠിപ്പിച്ച കാര്യങ്ങൾക്ക് സമർപ്പണമുള്ളവരായി മാറുന്നതിലൂടെ പ്രൂവ് ചെയ്യപ്പെടുകയാണ് ഒരുവൻ യേശുവിനെ സ്വീകരിക്കുന്നവനാണ് എന്നുള്ളത്. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നവർ യേശുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ കൂടി യോഹന്നാൻ അപ്പോസ്തലൻ ഈ ഭാഗത്തു കൂടി മുന്നോട്ട് വരുമ്പോൾ പഠിപ്പിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്?
യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കും. അപ്പൊ യേശുവിനെ ആരെന്ന് വിശ്വസിക്കണമെന്നാണ് പറഞ്ഞത്? ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ ലക്ഷണം എന്താണ്? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഘടകത്തിലേക്ക് നമ്മൾ വന്നു. ഒന്നാമത് നമ്മൾ കണ്ടത് ദൈവത്തിൽ നിന്ന് ഉള്ള ആത്മാവ് യേശു പറഞ്ഞ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്നവരാകും. യേശുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരായി യേശുവിനെ സ്വീകരിക്കുന്നവരാകും. യേശുവിനെ സ്വീകരിക്കുന്നവർ ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണ്. അവർ തുടർന്ന് നമ്മൾ കാണുന്നത് എന്താണ്? അവർ വിശ്വസിക്കേണ്ടത് യേശുവിനെ എന്തെന്ന് വിശ്വസിക്കണം? ക്രിസ്തു എന്ന് വിശ്വസിക്കണം. അപ്പോൾ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന വ്യക്തി ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ യേശുവിനെ വിശ്വസിക്കുന്നത് ആരെന്നാണ് വിശ്വസിക്കുന്നത്? അപ്പനെന്ന് വിശ്വസിക്കണമെന്നാണോ? അപ്പച്ചനെന്ന് വിശ്വസിക്കണമെന്നാണോ? ദൈവമെന്ന് വിശ്വസിക്കണമെന്നാണോ? ഇതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യേശുവിനെ അപ്പനെന്ന് വിശ്വസിക്കണമെന്നും പറഞ്ഞിട്ടില്ല. യേശുവിനെ അപ്പച്ചനെന്ന് വിശ്വസിക്കണമെന്നും പറഞ്ഞിട്ടില്ല. ചിലരൊക്കെ ഉണ്ട് ഡാഡി എന്നൊക്കെ വിളിക്കാറുണ്ട്. യേശുവിനെ കയറി ഡാഡി എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളാണ് ഇതൊക്കെ. ഇതൊന്നും ചെയ്യാൻ ബൈബിൾ പറഞ്ഞിട്ടില്ല. യേശുവിനെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിഷിക്തൻ, അനോയിന്റഡ് വൺ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, മസിഹ എന്ന് നമ്മൾ മലയാളത്തിലേക്ക് എബ്രായ ഭാഷയെ മലയാളീകരിച്ച് നമ്മൾ പറയുമ്പോൾ മസിഹ എന്നൊക്കെ പറയും. അതായത് മസിഹോ. ഈ പറഞ്ഞ പദവിയിൽ യേശുവിനെ വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. യേശുവിനെ ഡാഡി എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. യേശുവിനെ പപ്പ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. യേശുവിനെ അപ്പ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. യേശുവിനെ അപ്പച്ച എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 3-ാം വാക്യം 5-ാം വാക്യം 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം യേശു ദൈവപുത്രൻ. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച ചിന്തിച്ച ഭാഗമാണ്. യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു? ലോകത്തെ ജയിക്കുന്നവൻ. അപ്പോൾ യേശുവിനെ വിശ്വസിക്കേണ്ടത് അടുത്ത ഭാഗം എന്താണ്? ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കണം എന്നുള്ളതാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ തന്നെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നൊരു ഭാഗമുണ്ട്. 1 യോഹന്നാൻ 4:15 യേശുവിനെ സ്വീകരിക്കേണ്ടത് ദൈവത്തിന്റെ പുത്രൻ എന്ന് സ്വീകരിക്കണം. അല്ലാതെ യേശുവാണ് പിതാവെന്നോ യേശുവാണ് ദൈവമെന്നോ സ്വീകരിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് സ്വീകരിക്കുന്നവൻ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവനിൽ ദൈവം വസിക്കും, അവൻ ദൈവത്തിലും വസിക്കും. മനസ്സിലായോ? യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു. അബൈഡ് ഇൻ മീ, ഐ വിൽ അബൈഡ് ഇൻ യു. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് ശിഷ്യന്മാരോട്. അതുപോലെ യേശു പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 1 യോഹന്നാൻ 4:15 നമ്മൾ വായിച്ചത് യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. ആ വ്യക്തി ദൈവത്തിലും വസിക്കുന്നു. മനസ്സിലായോ? അവനിൽ ദൈവവും ദൈവം അവനിലും വസിക്കുന്നു. ആരിൽ? യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ.
അപ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് അടിസ്ഥാനപരമായി നമ്മളെ പഠിപ്പിക്കുന്നത് യേശുവിനെ സ്വീകരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി നിർവചിച്ചിരിക്കുന്നു. യേശുവിനെ ദൈവത്തിന്റെ പുത്രനെന്ന് സ്വീകരിക്കണം. യേശുവിനെ ദൈവത്തിന്റെ മശിഹ അഥവാ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. ഇങ്ങനെയുള്ളവർ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, അവർ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായി വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചപ്പോൾ എടുത്തു പറഞ്ഞതായ കാര്യമാണ് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണെങ്കിലും സാന്ദർഭികമായി വരുമ്പോൾ അത് ഉദ്ധരിക്കാതെ വയ്യ. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ ആരെന്ന് പറയുന്നു? അപ്പോൾ 3-ൽ പരം വർഷം കൂടെ നടന്ന് യേശുവിനോട് കൂടെ വസിച്ച് യേശുവിനെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് യേശുവിനോട് കൂടെ വസിച്ച ശിഷ്യന്മാരോടാണ് യേശു ചോദിക്കുന്നത്, നിങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ ആരെന്ന് പറയുന്നു? അപ്പോൾ ശിഷ്യന്മാരെ, യേശുവിനെ കണ്ട ശിഷ്യന്മാർ, കൂടെ നടന്ന ശിഷ്യന്മാർ എന്താണ് പറഞ്ഞത്? ശിമോൻ പത്രോസ് ആണ് അവിടെ മറുപടി പറയുന്നത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവമാണെന്ന് ശിമോൻ പത്രോസ് പറഞ്ഞു. യേശു ജീവനുള്ള ദൈവമാണെന്ന് ബൈബിളിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല യേശു ജീവനുള്ള ദൈവമാണ്. അങ്ങനെ ഒരു വിശേഷണം യേശുവിന് ബൈബിളിൽ ഒരിടത്തും കൊടുത്തിട്ടില്ല. നാട്ടുകാർ പലതും പറയും. വലിയ വലിയ പ്രസംഗികന്മാരൊക്കെ കൺവെൻഷൻ സ്റ്റേജിലൊക്കെ നിന്നുകൊണ്ട് മൈക്കിലൂടെ അലറിക്കൂവുന്നത് കണ്ടിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവം യേശുവാണ്. ബൈബിളിൽ യേശു ജീവനുള്ള ദൈവമെന്നോ യേശു ദൈവമാണെന്നോ ഒരു പ്രയോഗമേ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടെ ശിമോൻ പത്രോസ് മറുപടി പറയുന്നത് യേശു ആരെന്നാണ്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ യേശു അതിനെ നിഷേധിച്ചുകൊണ്ട് അല്ലല്ല, ഞാനാണ് ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞു. ഇല്ല, യേശു ശിമോൻ പത്രോസ് പറഞ്ഞതിനെ എങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്? ബെർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, യു ആർ ബ്ലസ്സഡ്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. മനസ്സിലായോ? ഇത് സ്വർഗീയമായ വെളിപ്പാടാണ്. ഈ സ്വർഗീയമായ വെളിപ്പാട് ലഭിച്ചവൻ, സ്വർഗസ്ഥനായ പിതാവിനാൽ വെളിപ്പാട് ലഭിച്ചവൻ എന്ത് വിശ്വസിക്കും? എന്ത് പ്രസ്താവിക്കും? യേശു ആരെന്ന് പറയും? അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയും. യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് സ്വീകരിക്കണം, യേശു ദൈവത്തിന്റെ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കണം എന്നിങ്ങനെ വിശുദ്ധ തിരുവെഴുത്ത് വളരെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ യോഹന്നാൻ അപ്പോസ്തലനും അതിൽ നിന്ന് വേറിട്ടല്ല പറഞ്ഞത്. സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ താൻ എന്തിനാണ് സുവിശേഷം എഴുതിയത്, അതിലൂടെ താൻ ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കൊക്കെ സുപരിചിതമാണ്, പക്ഷെ കേൾവിക്കാർക്ക് വേണ്ടി നമുക്കത് ഉദ്ധരിച്ച് പറയേണ്ടത് വളരെ ആവശ്യമാണ്. സുവിശേഷം എഴുതി യോഹന്നാൻ ഒരിടത്തും പറഞ്ഞില്ല യേശു ക്രിസ്തുവാണ് ദൈവമെന്നോ യേശു ക്രിസ്തു ദൈവമാണെന്നോ. അദ്ദേഹം അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? അതിന് തൊട്ട് മുകളിലത്തെ വാക്യം കൂടെ വായിച്ചേ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങൾ വിട്ടുപോകരുത്. പലരും ഇതിനെ മിസ്കോട്ട് ചെയ്യാറുണ്ട്. യേശു പറഞ്ഞതെല്ലാം, യേശു പഠിപ്പിച്ചതെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടില്ല എന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനൊന്നുമല്ല പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. യേശു ചെയ്ത അടയാളങ്ങളെല്ലാം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർക്ക് കാണുക ചെയ്തു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അല്ലാതെ മറ്റനേക അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അതെല്ലാം ഒന്നും അടയാളങ്ങളെല്ലാം ഒന്നും ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് താൻ ഇത് എഴുതിയതിന്റെ ലക്ഷ്യം പറയുകയാണ്. എന്താണ് യോഹന്നാന്റെ ഉദ്ദേശം? എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ യോഹന്നാൻ എന്തിനു വേണ്ടിയാണ് സുവിശേഷം എഴുതിയത്?
അത് വായിച്ചിട്ട് യേശുക്രിസ്തുവാണ് ദൈവം, യേശുക്രിസ്തുവാണ് ജീവനുള്ള ദൈവം എന്ന് പറയണം, എന്ന് വിശ്വസിക്കണമെന്നാണോ പറഞ്ഞത്? അല്ല. ഇത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഇത് വായിച്ചിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതും വിശ്വസിക്കേണ്ടതും യേശു ആരെന്നാണ്? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അതിനപ്പുറത്തോട്ട് പോകാൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എഴുത്തുകാരന്റെ ഉദ്ദേശത്തിന് അപ്പുറത്തേക്ക് പഠിപ്പിക്കുന്നത് അധികമായി വരുന്നതെല്ലാം ആരിൽ നിന്നുള്ളതാണെന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്? പിശാചിൽ നിന്നുള്ളതാണെന്ന്. മനസ്സിലായോ? ഈ പുസ്തകത്തില് അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാര് പഠിപ്പിച്ചു കൊടുത്തതിൽ നിന്ന് അധികമായി അധികപ്പറ്റ് പറയുന്നവന്മാരൊക്കെ പിശാചിൽ നിന്നുള്ളതാണ് പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ മറന്നുപോകരുത്. അധികമായുള്ളതൊക്കെയും പിശാചിൽ നിന്നുള്ളതാണ്. തിരുവെഴുത്ത് എന്ത് പറയുന്നു അത് വിശ്വസിക്കണം. തിരുവെഴുത്തിൽ ജീവനുള്ള ദൈവമെന്നും സത്യദൈവമെന്നും പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പിതാവിനെ കുറിച്ചാണ്, യേശുക്രിസ്തുവിനെ അയച്ചവനെ കുറിച്ചാണ് എന്ന് വ്യക്തം. വിശുദ്ധ ബൈബിളിൽ സത്യദൈവമെന്നും ജീവനുള്ള ദൈവമെന്നും ഒരു വിശേഷണമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിനെ അയച്ചവനും യേശുക്രിസ്തുവിന്റെ പിതാവുമായവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ അയച്ച ഏക സത്യദൈവം, ഓൺലി ട്രൂ ഗോഡ് എന്ന് യോഹന്നാൻ 17:3 നമ്മൾ ഇവിടെ ഓർത്തുകൊണ്ട് വേണം. അടുത്ത ഭാഗം ഈ പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ശിമോൻ പത്രോസിന്റെ സാക്ഷ്യം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ യേശുക്രിസ്തുവിന്റെ പിതാവാണ് ജീവനുള്ള ദൈവം, യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഓൺലി ട്രൂ ഗോഡ്, ഒരേ ഒരു സത്യദൈവം. യേശുക്രിസ്തുവിനെ അയച്ചത് ആരാണ്? പിതാവാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പിതാവാണ് ജീവനുള്ള ദൈവവും സത്യദൈവവും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 10:10 വായിച്ചേ. യിരെമ്യാ 10:10 ഒന്ന് വായിച്ചേ. അവിടെ ഈ രണ്ട് വിശേഷണവും നമുക്ക് കാണാൻ കഴിയും, ജീവനുള്ള ദൈവവും സത്യദൈവവും. ഇത് യഹോവയല്ലോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും. മതി. അപ്പോൾ യഹോവയല്ലോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പിതാവ് യഹോവയാണെന്നുള്ളതിന്റെ ഒരു സാക്ഷ്യം കൂടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യഹോവയല്ലോ ജീവനുള്ള ദൈവം, യഹോവയല്ലോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ പിതാവാണ് ജീവനുള്ള ദൈവം. യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവാണ് ഒരേ ഒരു സത്യദൈവം. അപ്പോൾ വളരെ കൃത്യമായി വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സത്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ആരെങ്കിലും നമ്മെ പഠിപ്പിച്ചാൽ അതിനോട് നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. യേശുവിനെ സ്വീകരിക്കേണ്ടത് യേശു ദൈവമാണെന്നല്ല, യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്നാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. യേശുവിനെ നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ ക്രിസ്തു എന്നാണ്. ഇതാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ എൻ്റെ പ്രിയരെ, നാം ദൈവത്തിൽ നിന്നുള്ളവരായി തന്നെ നിലകൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. ആയതിനായി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭ്യമായിരിക്കുന്ന ഉപദേശങ്ങളെയും കൽപ്പനകളെയും പ്രമാണിച്ചുകൊണ്ട് അതിനോട് വിധേയപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. അതിനെ അധികപ്പറ്റ് പഠിപ്പിക്കുന്ന ഏതൊരുത്തനെയും സൂക്ഷ്മതയോടെ മനസ്സിലാക്കി ഒഴിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യേശുവിന് ഇല്ലാത്ത പദവികൾ കൽപ്പിച്ചു നൽകി യേശുവിനെ അവഹേളിക്കുന്ന സകലരിൽ നിന്നും നമ്മൾ ദൂരം പാലിക്കണം, വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മുടെ വിശ്വാസം ലോകത്തെ ജയിച്ച വിശ്വാസമാണ്. ലോകത്തിലുള്ളവർ തങ്ങൾക്ക് തോന്നിയതുപോലെ ഉപദേശങ്ങൾ ഉണ്ടാക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ളവർ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട് ദൈവമുള്ളവരായി തന്നെ മുന്നേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആകയാൽ എൻ്റെ പ്രിയരെ, നമ്മുടെ ഹൃദയങ്ങളെ തിരുവെഴുത്തുകളോട് ചേർന്ന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങളോട് ചേർന്ന് ദൈവമുള്ളവരായി, ദൈവത്തിൽ നിന്ന് ജനിച്ചവരായി, ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും സ്ഥിരതയും ഉറപ്പുമുള്ളവരായി നിത്യജീവന്റെ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ചുവടുകൾ ദൃഢതയോടെ വെച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്കിടയായിത്തീരും. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളുടെ മുമ്പിൽ സമർപ്പിക്കാം. ജയകരമായ വിശ്വാസ ജീവിതം നയിക്കുന്നതിനായിട്ട്, ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിനായിട്ട്, കർത്താവായ യേശുക്രിസ്തുവിലൂടെ വാഗ്ദത്തം ചെയ്ത നിത്യജീവനെ
ലക്ഷ്യമാക്കിക്കൊണ്ട് അത് അവകാശമാക്കുവാൻ തക്കവണ്ണം ഹൃദയങ്ങളിൽ സമർപ്പണമുള്ളവരായി ജയകരമായി മുന്നേറുവാൻ നമുക്കേവർക്കും ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. വിശുദ്ധ തിരുവെഴുത്തുകളുടെ മുമ്പിൽ നാം സമർപ്പണമുള്ളവരായിരിക്കുമ്പോൾ കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മെ ഏവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രിയ തോമസ് കുട്ടിച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.